ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിൽ 12 ഉത്തർപ്രദേശിലെ 8 മധ്യപ്രദേശിൽ 6 സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിലെയും ഉത്തരാഖണ്ഡിലെയും അസാമിലെയും 5 സീറ്റുകളിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. അരുണാചൽ, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പും വെള്ളിയാഴ്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുള്ള സയ്യിദ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് കാസർഗോഡും തലശ്ശേരിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കേരളപുരത്ത് നടക്കുന്ന NDA തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ ഉച്ചയോടെ പാലക്കാടെത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വടകരയിലും കോഴിക്കോട് മണ്ഡലത്തിലെ ഉള്ളിയേരിയിലും പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPI ജനറൽ സെക്രട്ടറി D രാജയും സംസ്ഥാനത്ത് പ്രചാരണത്തിനുണ്ട്. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രേവത് റെഡ്ഡി തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ UDF പ്രചാരണത്തിനെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ ക്യാരി ബാഗുകളിലും തുറന്ന സഞ്ചികളിലും കൊണ്ടുപോകുന്നതിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരാതി നൽകി. സത്യസന്ധവും സുതാര്യവുമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ സീൽ ചെയ്ത പെട്ടികളിലാണ് സൂക്ഷിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൌഹൃദമാക്കാൻ സാക്ഷം ആപ്പുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭിന്നശേഷി വോട്ടർമാരുടെ രജിസ്ട്രേഷൻ മുതൽ വോട്ടെടുപ്പ് ദിനത്തിൽ വീൽചെയർ ലഭ്യമാക്കുന്നതിന് അപേക്ഷ നൽകുന്നതുവരെയുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം ആപ്പ് സജ്ജമാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പോളിംഗ് ബൂത്തുകളെ ഭിന്നശേഷി സൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായി റാമ്പുകൾ സ്ഥാപിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളത്തിൽ ഉപയോഗിക്കുന്നത് 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ. 20 മണ്ഡലങ്ങളിലെ 25,231 ബൂത്തിലായി 30,238 വീതം ബാലറ്റ് കൺട്രോൾ യൂണിറ്റും 32,698 VVPAT യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുക. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED ചോദ്യം ചെയ്തു. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്യൽ. ആലുവ തോട്ടയ്ക്കാട്ടുകരയിലെ കർത്തയുടെ വീട്ടിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. 2 തവണ സമൻസ് നൽകിയിട്ടും കർത്ത ED ഓഫീസിൽ ഹാജരായിരുന്നില്ല. കാരാപ്പുഴ ഡാമിൽ നിന്നും കബനി നദിയിലേക്ക് വെള്ളം തുറന്നുവിട്ടു തുടങ്ങി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പുൽപ്പള്ളി, മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് കാരാപ്പുഴ ഡാമിൽ നിന്നും രാവിലെ മുതൽ വെള്ളം തുറന്നുവിട്ടു തുടങ്ങിയത്. തുടക്കത്തിൽ 4 ദിവസത്തേക്കാണ് വെള്ളം തുറന്നുവിടുക. സംസ്ഥാനത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പരീക്ഷയായ കീമിന് മറ്റന്നാൾ വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. ഇന്ന് 5 മണിവരെയാണ് നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. അത് നീട്ടി നൽകുകയായിരുന്നു. ചൈത്ര രാമനവമി ദിനമായ ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായ ശേഷമുള്ള ആദ്യ ശ്രീരാമ ജന്മോത്സവമാണിത്. കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുണ്ടായിരുന്നു. തൃശൂർ പൂരത്തിനെത്തുന്ന ആനകളെ വനം വകുപ്പ് ഡോക്ടർമാർ പരിശോധിക്കണമെന്ന നിർദ്ദേശം പിൻവലിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ആനകളുടെ 2ാം വട്ട ഫിറ്റ്നസ് പരിശോധന ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് സുഗന്ധഗിരി വനഭൂമിയിൽ നിന്നും 126 മരങ്ങൾ മുറിച്ചു മാറ്റിയതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ K നീതുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗുരുതരമായ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് നടപടി. സംസ്ഥാനത്ത് KSRTCക്ക് വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്ത വകയിൽ ഏറ്റവും മികച്ച കളക്ഷനായ 8.57 കോടി രൂപ സമാഹരിച്ചുകൊണ്ടാണ് KSRTC ചരിത്രം സൃഷ്ടിച്ചത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് 11.1 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 66 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.